ലൈഫ് മിഷൻ കേസിലേക്ക് നോക്കാം. ലൈഫ് മിഷൻ അഴിമതിയിൽ അന്വേഷണം ശക്തമാക്കാൻ ഇഡിയുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നാണ് ഇഡിയിൽ നിന്ന് ലഭ്യമാകുന്ന സൂചന. ശിവശങ്കറും സ്വപ്നയും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. വിവരങ്ങളുമായി അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി, ഒരു വാട്സാപ്പ് ചാറ്റാണ് ഇപ്പോൾ മറ്റൊരു ചോദ്യം ചെയ്യലിന് ഇടയാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നുള്ള സൂചന ലഭ്യമാകുന്നു. കൂടുതൽ പേരിലേക്ക് അന്വേഷണവും ചോദ്യം ചെയ്യലും നീളുകയാണോ? തീർച്ചയായും ഫിജി, ഇത് സ്വപ്ന ശിവശങ്കർ ബന്ധത്തിനപ്പുറം സ്വപ്ന CM രവീന്ദ്രൻ ബന്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു, അല്ലെങ്കിൽ അവരുടെ ആ ചാറ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയും. സർക്കാരിലേക്ക് അന്വേഷണം പോകുന്നു, അതായത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയ CM രവീന്ദ്രനെ ഏത് നിമിഷവും കൊച്ചിയിലെ ED ഓഫീസിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനാണ് സാധ്യതകൾ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞു. കാരണം സ്വപ്നയും ഈ CM രവീന്ദ്രൻ തമ്മിലുള്ള ചാറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. 2018 നവംബർ മാസമാണ്, രാത്രി 11:40-നാണ് രവീന്ദ്രനും സ്വപ്നയും തമ്മിൽ വാട്സാപ്പ് ചാറ്റ് നടത്തുന്നത്. അപ്പോൾ ഈ രവീന്ദ്രൻ സ്വപ്നയോട് ചോദിക്കുകയാണ്, വീട്ടിലാണോ, ഹസ്ബൻഡ് ഉണ്ടോ, ഹസ്ബൻഡ് ഉറങ്ങിയോ, ഞാനിപ്പോൾ ഒന്ന് വിളിച്ചോട്ടെ എന്ന തരത്തിലുള്ള ചില വാട്സപ്പ് ചാറ്റുകളാണ്. ആ വാട്സപ്പ് ചാറ്റുകളുടെ കൂടുതൽ ചാറ്റുകളുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഈ ചാറ്റുകളൊക്കെ വളരെ നിർണായകമായി തന്നെയാണ് ED എടുത്തിരിക്കുന്നത്. കാരണം EDയെ സംബന്ധിച്ചിടത്തോളം ഈ തെളിവുകൾ EDയെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ ശിവശങ്കറിനും രവീന്ദ്രനും എതിരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പഴുതടച്ചുള്ള ഒരു അന്വേഷണം പോകുന്നത്. ഈ ലൈഫ് മിഷൻ കരാറുമായി ബന്ധപ്പെട്ട് ഇന്നലെ UV ജോസ്, ലൈഫ് മിഷന്റെ CEO ആയിരുന്ന UV ജോസ് ഒരു മൊഴി നൽകുന്നു. UV ജോസിന്റെ മൊഴി അനുസരിച്ച് താൻ ഒന്നും കണ്ടിട്ടില്ല, അതായത് മിന്നൽ വേഗത്തിലാണ്, അതായത് ലൈഫ് മിഷന്റെ CEO താൻ റെഡ് ക്രസന്റുമായിട്ടുള്ള കരാറുകൾ ഒപ്പിടുന്നത് മിന്നൽ വേഗത്തിലാണ്. അതുകൊണ്ട് എല്ലാം ശിവശങ്കർ, അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ശിവശങ്കറിന്റെ അറിവോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് എന്നാണ് ഇപ്പോൾ UV ജോസ് മൊഴി നൽകിയത്. മറ്റൊരു നിർണായകമായ മൊഴി, ശിവശങ്കറിനെതിരായിട്ടുള്ള മൊഴി വേണുഗോപാലിന്റെ ആയിരുന്നു, അതായത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയ വേണുഗോപാലിന്റെ ആയിരുന്നു. സ്വപ്നയുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് വേണുഗോപാൽ കൊടുത്തിരുന്ന മൊഴി ലോക്കർ തുറന്ന സമയത്ത് കൃത്യമായി ശിവശങ്കറിനെ കാര്യങ്ങൾ അറിയിച്ചു എന്നാണ് വേണുഗോപാലും നൽകിയ മൊഴി. ഈ രണ്ട് മൊഴികളും ശിവശങ്കറിനെ കൊടുക്കുകയായിരുന്നു. ഒപ്പം തന്നെ സ്വപ്നയുമായുള്ള ചാറ്റ് പുറത്തു വന്നതോടുകൂടി വലിയ രീതിയിലുള്ള സ്വപ്നയും രവീന്ദ്രനും തമ്മിലുള്ള ചാറ്റ് പുറത്തു വന്നതോടെ വലിയ രീതിയിൽ പഴുതടച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ED ഇപ്പോൾ ഉള്ളത്. നാളെ ഉച്ചയ്ക്ക് 2:30 ഈ കസ്റ്റഡി കാലാവധി കഴിയുന്നത്. നാളെ 2:29 വരെയും ശിവശങ്കർ കസ്റ്റഡിയിലിരിക്കുമ്പോൾ നിർണായകമായ വിവരങ്ങൾ ചൂണ്ടിയെടുക്കുക അല്ലെങ്കിൽ ചോദിച്ചെടുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് EDക്കുള്ളത്. EDയെ സംബന്ധിച്ചിടത്തോളം ഈ മണിക്കൂറുകളൊക്കെ തന്നെ വളരെ നിർണായകമായ മണിക്കൂറാണ്. സർക്കാരിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഫിജി, ശരി, അജി കുഞ്ഞുമോൻ റിപ്പോർട്ട് ചെയ്യുന്നു.